അവര് തന്നെ പറയും ഇന്ന രീതി ചെയ്യണം. ഇമ്പ്രൂവ് ചെയ്യാനായാലും അവര് പറഞ്ഞു തരും ഇന്ന രീതി ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ. സെയിം അതേപോലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പം പിടിക്കാനോ അവരുടെ മേലിൽ പിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് പിടിക്കാനോ ഒക്കെ നമുക്ക് ആഗ്രഹം വരും. അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഇവന്മാരുടെ കൂടെ ഇരിക്കുമ്പോ പോലാണ് ഞങ്ങളും പല ഞാനൊരു പടം വരയ്ക്കണമെങ്കിൽ തന്നെ ഇവന്റെ അടുത്ത് കുറച്ചായിട്ട് സംസാരിച്ച് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കും വീട്ടിൽ ചെന്ന്. നീ ആരല്ല വരയുന്നേ? ഞാനോടത്ത് വേറെ ആരല്ലേ ഞാൻ തന്നെയാ. എനിക്കറിയത്തില്ലായിരുന്നോ നീ അറിയുന്നത്. അപ്പൊ ആൽവിൻ പറഞ്ഞു ഇങ്ങനെ ഒരു കമ്പനിക്കാരനാണ് നീയാന്ന് പറഞ്ഞില്ല. സണ്ണിയാ സണ്ണി പറഞ്ഞല്ലേ അറിയത്തുള്ളൂ. അതിലൊക്കെ പറഞ്ഞിട്ട് ആരാധിക്കും. എടാ മിക്കവർക്കും അറിയത്തുള്ളൂ എന്നറിയോ, ബയോയ്ക്കകത്ത് മറ്റേ നമ്മൾ കൊടുക്കുമല്ലോ DM4 ഓർഡേഴ്സ് അല്ലെങ്കിൽ ഡെലിവറി അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ മോറടിക്കുമ്പോഴാണല്ലോ താഴെ കുറച്ചുകൂടെ ഉണ്ടല്ലോ, അവിടെ ഞാൻ അഡ്മിൻ എന്റെ പേര് കൊടുത്തേക്കണം. അതാരും കാണാറില്ല. മണ്ടൻ ഇനി അത് മേളിൽ കയറ്റിയിടണോ? എടാ നീ അതിനെ ഔട്ട്ലൈൻ എടുക്കുന്നതിന്റെ ഔട്ട്ലൈൻ എടുക്കുന്ന ചിലത് മറ്റേ ഗ്രിഡ് ഇട്ട് വരയ്ക്കും, ചിലത് ഫ്രീ ഹാൻഡ് വരയ്ക്കും. പിന്നെ ചില ട്രേഡ് സീക്രട്ടുകളും ഉണ്ട്. ഫോണിനകത്ത് സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ട് അതൊക്കെയാണോ? കുറച്ച് സാധനങ്ങള് ചിലത് ചിലതുണ്ടോ എടുക്കാൻ വലിയ പാടാ. നൈസായിട്ട് സൈഡിൽ വെച്ചിട്ട് ഒരു പിടിയും കുടിക്കും. കണ്ടുപിടിച്ച് കൂടുതലും മറ്റേ ഗ്രിഡാ. നീ എന്താ സിമ്പിൾ ഒരു ലൈറ്റ് വെച്ചിട്ട് ചുമ്മാ ഒരു താറാവിന്റെ പടം നീ ഒരു ഫോണിൽ എടുത്ത് വെച്ചിട്ട് അത് നീ ഒന്ന് അതിന്റെ മേളിൽ പേപ്പറും കൂടെ വെച്ചിട്ട് നീ ഒന്ന് വരയ്ക്കും. ഡിജിറ്റൽ പെയിന്റിംഗ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഡിജിറ്റൽ പെയിന്റിംഗ് ഇത് സെയിം ആണ്. ഡിജിറ്റൽ പെയിന്റിംഗ് ലെയർ അടിയിൽ വെച്ചിട്ട് വരയ്ക്കണേ. ഒരു കിറി അത് പിന്നെ അത്യാവശ്യം തിക്നെസ് ഉള്ള നല്ല മറ്റേ SMS അല്ലെ MGMS ഈ പേപ്പറിന്റെ കട്ടിക്കണെന്ന് MSM അങ്ങനെ കട്ടി മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. പേപ്പറിന്റെ തിക്നെസ്സിനനുസരിച്ച് വരുന്നത് നമ്മളിപ്പോ ഫോണിന്റെ മേളിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ പോലും കാണാൻ പറ്റത്തില്ല, അടിയിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. എന്നെ ബ്രൈറ്റ്നസ് ഫുള്ളാക്കിയാലേ എത്ര നിറ്റ്സ് ലൈറ്റല്ലേ നമുക്ക് കിട്ടത്തില്ല. അടിയിൽ മറ്റേ ബൾബൊക്കെ വെച്ച് വരയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇന്നാള് ഓൺലൈനിൽ കണ്ടായിരുന്നു ഇങ്ങനെ നമ്മള് ലൈറ്റ് മോളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. എയർ ലാപ്പ് ഒക്കെ ഉണ്ട്. നമ്മള് ഫോട്ടോ നമ്മൾ പറ്റി ഫോണിൽ കൃത്യം ഇങ്ങനെ വരില്ലേ, മറ്റേ ഔട്ട്ലൈൻ മാത്രം വന്നിട്ട് വരയ്ക്കാൻ പറ്റുന്നത്. പക്ഷെ അതൊന്നും ഡീറ്റെയിലിംഗ് കൊടുത്ത് വരയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കുറച്ച് ആള് കഴിഞ്ഞിട്ട് വേണം മറ്റേ റിയലിസ്റ്റിക് ആയിട്ടൊന്നും വരിയേക്കൊന്ന് വരയ്ക്കാൻ പിടിക്കാൻ. അങ്ങനെ കണ്ടല്ലോ, ഇതായിരുന്നു ഇവിടുത്തെ പരിപാടി. അങ്ങനെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ പ്രിന്റ് ചെയ്ത ഫ്രെയിം ചെയ്ത സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശരത്തിന്റെ വീട്ടിൽ വന്നേക്കുവാണ്. അപ്പം പുതിയതായിട്ട് നമ്മൾ നിലവിൽ ഇപ്പം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീമിയർ പ്രോയിലായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞത് പയ്യെ ഡാവിഞ്ചി റിസോൾവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള വഴികളായിരുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ടുണ്ട് ശരത്ത്. ഞങ്ങൾ ഇന്ന് രാവിലെ ശരത്തായിട്ടുള്ള കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് അതൊക്കെ വലിയ പാടാ. അപ്പൊ അതെല്ലാം നമ്മള് കൊടുത്തിപ്പോ ശരത്തിന്റെ അടുത്ത് വന്ന് എന്റെ ലാപ്പയിലേക്ക് അതെല്ലാം കയറ്റി മാറ്റി. ഇപ്പൊ ഇനിയിപ്പം എഡിറ്റിംഗ് വേറെ ലെവലിലേക്ക് മാറ്റാം. ദിസ് ഈസ് മിസ്റ്റർ ശരത് തങ്കച്ചൻ. പറയൂ ശരത്, വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് അഡോബ് rather than കളം മാറുകയാണ്? അതെ. ഇതാണ് ശരത്തിന്റെ ലാപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ലാപ്പ് ഏതാ? ഇച്ചിരി മെയിൻ സാധനമാണ്. 1.5 ലക്ഷം രൂപ വരെയുള്ള സാധനമാണ്. അതൊക്കെ വെച്ചിട്ടാണ് അളിയന്റെ പരിപാടി. കളികൾ മാറുന്തോറും കാഴ്ചകൾ കൂടുന്നതായിരിക്കും. ദിസ് ഈസ് ശരത്. എന്റെ ഒരു ട്രൈപോഡ് ഇവിടെ ഇത് എത്രമായിട്ടിരിക്കുന്നതാണ്? 1 വർഷമായിട്ടിരിക്കുന്ന എന്റെ ട്രൈപോഡ് എനിക്ക് തിരിച്ചു കിട്ടി. ഒരു പൊട്ടൻ എന്റെ വീട്ടിൽ കൊണ്ട് തരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചേക്കുന്നതാണ്. ആ പൊട്ടോട് ഞാൻ പറഞ്ഞ എടാ അവന് ഈ വഴിക്കല്ലേ കയറി വരുന്നത് പറഞ്ഞാണ് അവിടെ വീട്ടിൽ കൊണ്ടേ തന്നേക്കണത്. എവിടുന്ന് ഇത് കമൽ എടുത്തോണ്ട് പോയി. ഇത് എനിക്ക് യാതൊരു യൂസും ഇല്ല സാധനമല്ല. ഇത് വിഘ്നേഷിന്റെ അടുത്ത് നിന്ന് കമൽ എടുത്തോണ്ട് പോയി. കമലിന്റെ അടുത്ത് നിന്ന് അവൻ ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് അത് ഇവിടെ ഇരിക്കുന്നതാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കും, ചുമ്മാ നോക്കും. എന്താ ചെയ്യാൻ? കമൽ ഇത് എടുത്തോണ്ട് പോയത് എന്തിനാണെന്നറിയോ? അവന് ഫോൺ വെച്ച് ഫോട്ടോ എടുക്കാൻ. അവന് ഈ സാധനം കിട്ടിയാൽ മതി എന്നാ പറഞ്ഞു. അവന് ഒറ്റയ്ക്ക് ട്രിപ്പ് പോകുന്ന മനുഷ്യനാടാ. ഒറ്റയ്ക്ക് ട്രിപ്പ് പോകുമ്പോഴത്തേനും നീ ഒരു സ്ഥലത്തേക്ക് എത്ര പ്രാവശ്യം പോകും? അവന് ഒരു സ്ഥലത്തേക്ക് തന്നെ 5-6 പ്രാവശ്യം പോകും.
അതും ഒരാഴ്ച വ്യത്യാസത്തില്. എടാ ഒറോപ്പാറ എന്നൊക്കെ പറയുമ്പോ നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലം വേറെ, ഇവൻ 10-100 കിലോമീറ്റർ. ആ എറണാകുളത്ത് മറ്റൊരു സ്കൂളില്ല എന്നായിരുന്നു, മാമലക്കണ്ടം. മാമലക്കണ്ടം തന്നെ ആഴ്ച പോയിക്കൊണ്ടിരിക്കുക. എന്ത് കാണാനാ അറിയത്തില്ല. എടാ കമലെ നീ ഇത് കാണുന്നുണ്ടോ? അതിനുള്ള ധൈര്യമില്ല അവന്. മണ്ടൻ. ഓക്കെ, അപ്പൊ നമ്മുടെ പരിപാടികളെല്ലാം ഇവിടുന്ന് തീർത്തിനി ഇറങ്ങണം. അപ്പൊ ഓക്കെ, ബൈ വരടാ. നീ ബൈ വരടാ. ഒന്നുകൂടെ ഹീഹ കാണിച്ചാടാ. ഒന്നുകൂടെ ആദ്യമായിട്ട് ഒരു പൈസയും മുടക്കില്ലാണ്ട് ഡാവിൻസി റിസോൾവ് ലാപ്പിൽ കിട്ടിയ സന്തോഷത്തിലാണ് അടിയാൻ. എന്നാ പിടിച്ചു. സന്തോഷമായിട്ടോ നിനക്ക്? ഇനിയിപ്പം വേറെ ലെവലാക്കുക. അതെ ഇനി കളികൾ മാറും. പഠിക്കണ്ടേ ഇനി അടുത്ത എഡിറ്റിംഗ് ലെവലിലേക്ക് ഇനി മാറുകയാണ്. ആക്ച്വലി ദിസ് ഈസ് മൈ phase 2. സോറി, ദിസ് ഈസ് മൈ phase 4. ആക്ച്വലി കഴിഞ്ഞ ദിവസം എൻ്റെ phase 4 ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ വീണ്ടും ജിമ്മിൽ പോകാൻ തുടങ്ങി, വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ രാത്രി 12:30-ക്കൊക്കെയാണ്, ഒന്നും പറ്റില്ലെങ്കിൽ രാത്രി 12:00-ക്കെങ്കിലും ഞാൻ പോലീസ് പിടിച്ചു. ഞാൻ രാത്രി 12:30 അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടയ്ക്ക് പോലീസ് തന്നെ പിടിച്ചു. ഭാഗ്യത്തിന് വേറെ സീനൊന്നും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ എവറസ്റ്റിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തതിന് അവര് ഫ്ലാറ്റ് മക്കൾ ഓടിക്കോ എവറസ്റ്റ് എന്ന് മാത്രമേ പറയാറുള്ളൂ. എടാ ഒരൊറ്റ എവറസ്റ്റ് എന്നുള്ളൊരു ഒറ്റ വാക്ക് മതി. ആ ഒരു സാധനത്തില് ഫ്ലാറ്റ് അല്ല അത്. എന്തായാലും ഇനി അടുത്ത എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഡാവിൻസി റിസോൾവിലായിരിക്കും നടക്കാൻ പോകുന്നത്. കളിയുടെ ലാപ്പൊക്കെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതായിരിക്കുന്നു വിക്ടിസൺ ലാപ്ടോപ്പ്. മോനെ അത് നമ്മുടെ സ്വന്തം ശരത്തലിന്റെ ലാപ്ടോപ്പാണ്. അന്യ സാധനമാണ്. 1:30 തന്നെ എങ്ങനെയാണ് ലാപ്ടോപ്പ് എന്ന സാധനം. അളിയനൊരു VFX ഡിസൈനറാണ്. ഇത് തൊട്ടപ്പുറത്തേക്ക് ഒരു കുഞ്ഞു മുണ്ട് കൊടുത്ത് കുണുങ്ങി പോയിട്ടുണ്ട്. തിരിച്ചു വരുവാൻ എന്റെ തീമി കൊടുക്കത്തായി സദേവൻ. ഭാവിയുടെ വാഗ്ദാനാണ് ഈ വരുന്നത്. വാഗ്ദാനം. പ്രശസ്ത VFX ഡിസൈനർ ശരത് കേട്ടെ പിള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പ്രൊജക്ട് ഒക്കെ ആയിട്ട് വരട്ടെ. ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വിക്ടസൺ ലാപ്ടോപ്പാണ്. എല്ലാവിധ സാമഗ്രികളും ശരത്തിന്റെ അവന്റെ പോടാ